ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിൻസസ് കട്ട് ധാവണി ബ്ലൗസ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ലൈനിങ് ബ്ലൗസിന് പിടിപ്പിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ആദ്യം ലൈനിങ് പിടിപ്പിച്ചു കൊടുക്കാം ബ്ലൗസിന്. ആദ്യം നെക്ക് സൈഡ് ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്കിനി ലൈനിങ് ഇതുപോലെ വെച്ചിട്ട് നെക്കിൻ്റെ ഇവിടുന്ന് കറക്റ്റായിട്ട് അടിച്ച് മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പുറത്തേക്ക് മറിച്ച് ഇട്ട് കൊടുക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് നെക്കിന് കണക്കായിട്ട് ഇതുപോലെ ലൈനിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നെക്ക് പോലെ തന്നെ അത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ കോർണറിൽ നമുക്ക് കട്ടിട്ട് കൊടുക്കാം. എന്നാലും ഇപ്പുറത്തേക്ക് മറിച്ചിടുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ ഇപ്പുറത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് പതിച്ചടിച്ച് കൊടുക്കുക. ഇത് നല്ല നീറ്റാക്കി വെച്ചിട്ട് പതിച്ചടിച്ച് കൊടുക്കുക. ബാക്ക് പാർട്ടാണ് ഫസ്റ്റിൽ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ബാക്ക് ഓപ്പൺ ആണ്. അതുപോലെ രണ്ടാമത്തെ സൈഡും ചെയ്തെടുക്കുക. ആം ഹോളിൻ്റെ ഭാഗം ചെയ്തെടുക്കുക. ഇനി നമുക്ക് പൂക്കിൻ്റെയും ലിപ്സിൻ്റെയും പടി അടിച്ചു കൊടുക്കാം. ആദ്യം ഇതുപോലെ ലിപ്സ് കെട്ടുന്ന ഭാഗം ഇതുപോലെ അടിച്ചു കൊടുക്കുക. 2 ഇഞ്ച് വീതിക്ക് തുണി എടുത്തിട്ട് ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കുക കേട്ടോ. നെക്കിൻ്റെ ഭാഗം ഇതുപോലെ മടക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് പൂക്കിൻ്റെ ഭാഗം വെച്ച് കൊടുക്കാം. ഇത് ഡബിളിൽ മടക്കി അടിച്ചിട്ട് കൊടുക്കുക. ഇപ്പത്തെ ഭാഗത്തേക്ക് മടക്കി അടിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ ഇനി നമുക്ക് ഇവിടെ ഹൂക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ബാക്ക് ഭാഗം റെഡിയായി. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗമാണ് റെഡിയാക്കേണ്ടത്. ഇത് സൈഡ് ആം ഹോളിൻ്റെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഭാഗമാണ് ഇത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ് പതിച്ചെടുത്ത് കൊടുക്കാം. നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. നെക്കിൻ്റെ കട്ടിട്ട് കൊടുക്കാം. ഇതുപോലെ ഇനി നമുക്ക് ഇപ്പുറത്തേക്ക് മറിച്ചിട്ട് എടുക്കാം. ലൈനിങ് ഇപ്പുറത്തെ ഭാഗത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഇനി നമുക്ക് നെക്കിന് പതിച്ചടിച്ച് കൊടുക്കാം. ഡയമണ്ട് നെക്കാണ്. ഇനി നമുക്ക് പ്രിൻസസ് കട്ടിൻ്റെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അത്
ലൈനിങ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് 2 പീസാക്കിയിട്ട് നമ്മൾ വെച്ചതാണല്ലോ, അതിന് നമുക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം. പ്രിൻസസ് കട്ടിൻ്റെ കട്ട് കേട്ടോ. ഇതിൻ്റെ കട്ടിങ് വീഡിയോയിൽ ഇതിൻ്റെ അളവൊക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ നമുക്കിനി ജോയിൻ ചെയ്തെടുക്കാം. പ്രിൻസസ് കട്ടിൻ്റെ ജോയിൻറ്റ് ഇതുപോലെ ചെയ്തെടുക്കാം. ഇതിന് നമ്മൾ ആദ്യം കട്ട് ചെയ്യുമ്പോൾ കാണിച്ചിട്ടുണ്ട് 2 ഇഞ്ച് വീതിക്ക് താഴത്തെ ഭാഗം 2 ഇഞ്ച് വീതിക്ക് എടുത്ത് കളയും. രണ്ടാമത്തെ ഭാഗവും അതുപോലെ തന്നെ ലൈനിങ്ങിൽ പതിച്ചടിച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. ലൈനിങ്ങൊക്കെ കട്ട് ചെയ്ത് കറക്റ്റാക്കി അളവൊക്കെ എടുത്തിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. രണ്ടാമത്തെ ഭാഗം ഇതുപോലെ കണ്ടില്ലേ? നല്ല കഫൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നല്ല നീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് ലെവലാക്കിയെടുത്തു. ഇനി നമുക്ക് സ്ലീവാണ് പിടിപ്പിച്ച് കൊടുക്കേണ്ടത്. സ്ലീവ് പഫ് സ്ലീവാണ് കേട്ടോ. പഫ് സ്ലീവാണ്. നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ എത്തിയിട്ടാകുമ്പോൾ ചുരുക്കിട്ട് കൊടുക്കണം. ഇതുപോലെ ഒരു 6 ഇഞ്ച് 6 ചുരുക്കുണ്ട് കേട്ടോ. ചെറിയ ചെറിയ ചുരുക്ക്. ഇതുപോലെ ചുരുക്കിട്ട് കൊടുക്കുക. ഇതുപോലെ പഫ് ഇതേപോലെയാണ് 2 ഭാഗം ചെയ്തെടുക്കുക. രണ്ടടി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ 2 അടി കൊടുത്തിട്ട് ഇനി രണ്ടാമത്തെ ഭാഗവും അതുപോലെ തന്നെ സ്ലീവ് പിടിപ്പിച്ചു കൊടുക്കുക. രണ്ടാമത്തെ ഭാഗവും ഇതേപോലെ തന്നെ സ്ലീവ് പിടിപ്പിച്ചു കൊടുക്കുക. ഷോൾഡറിൻ്റെ അടുത്ത് എത്തിയിട്ടാകുമ്പോൾ ചുരുക്കിട്ട് കൊടുക്കുക. രണ്ടടി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പ്രിൻസസ് കട്ട് ബ്ലൗസ് മറ്റേ ബ്ലൗസിനേക്കാൾ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം ടക്കൊന്നും ഇടണ്ടല്ലോ. ഇനി നമുക്ക് സ്ലീവിന് താഴെത്തെ ഭാഗം മടക്കി അടിച്ചു കൊടുക്കാം. ഇതാണ് പഫ് സ്ലീവ്. കണ്ടില്ലേ? രണ്ടാമത്തെ സ്ലീവിൻ്റെ താഴ് ഭാഗം മടക്കി അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാൻഡിന് ഡബിൾ മടക്കിൽ തുണി എടുത്തിട്ട് 2 ഇഞ്ച് വീതിക്ക് ഡബിൾ മടക്കി എടുക്കുക. എന്നിട്ട് ബാൻഡിന് കട്ടിയിൽ വെച്ച് കൊടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പതിച്ചടിച്ച് കൊടുത്തിട്ട് ഇനി അപ്പുറത്തേക്ക് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും എല്ലാം ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക.
എല്ലാ ഭാഗവും ഇതുപോലെ ഫ്രണ്ട് ഭാഗവും ബാക്കിലത്തെ 2 പീസും ഇതുപോലെ ബാൻഡ് മടക്കി അടിച്ചു കൊടുക്കുക. ഇത്തിരി കട്ടിയിൽ വെച്ചിട്ടാകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിന്നോളൂ. വേറെ ഇതിന് കട്ട് ബെൻഡൊന്നുമില്ലല്ലോ. ഇതുപോലെ പതിച്ചടിച്ചു കൊടുക്കും. ബാൻഡ് ഭാഗവും റെഡിയായി. ഇനി ഫ്രണ്ട് ഭാഗത്തെ കട്ട് ബെൻഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അളവ് ബ്ലൗസ് എടുത്തിട്ട് സ്ലീവിന് എത്രയാണോ വണ്ണമുള്ളത് അത് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ജോയിൻ ചെയ്തെടുക്കാം. നമുക്ക് അളവ് ബ്ലൗസിലുള്ള വണ്ണം നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രയാണോ വണ്ണമുള്ളത് അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കാം. ഓക്കെ, പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ. പിന്നെ താഴേലത്തെ കട്ട് ബാൻഡിന് എത്രയാണോ വണ്ണം ഉള്ളത് നോക്കുക. ബാൻഡിന് വണ്ണം എത്രയാണോ ഉള്ളത് നോക്കുക. എന്നിട്ട് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക. രണ്ട് ഭാഗത്തെ സ്ലീവും ഇതുപോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കുക. കണ്ടില്ലേ, ബ്ലൗസ് റെഡിയായി. പ്രിൻസസ് കട്ട് ധാവണി ബ്ലൗസ് റെഡിയായി. നോക്കിയേ, നന്നായിട്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടില്ലേ. അപ്പം നിങ്ങളെല്ലാവരും ഇത് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. കട്ടിങ് വീഡിയോ എടുത്തിട്ട് കട്ട് ചെയ്യുക, സ്റ്റിച്ചിങ് വീഡിയോ എടുത്തിട്ട് സ്റ്റിച്ചിങ് ചെയ്യുക കേട്ടോ. നോക്കിയേ, നന്നായിട്ടില്ലേ, കണ്ടില്ലേ, ഇത് പഫ് സ്ലീവ് കണ്ട, നന്നായിട്ടില്ലേ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ.